Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. ഓക്കെ മ്യൂട്ട് ചെയ്ത് വെക്കാം, മ്യൂട്ട് ചെയ്ത് വെക്കാം. ഞാൻ ചോദിക്കുന്ന ആളുകൾ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. മ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. എല്ലാരും വായിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയില്ലേ? വായിച്ചു? ആ, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്മ്യൂണൈസേഷന്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. വാക്സിൻസ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? രോഗങ്ങളെ കൃത്രിമമായിട്ടല്ലേ, അല്ലെ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കൃത്രിമമായിട്ട് നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് വാക്സിൻസ് എന്ന് പറയുന്നത്, അല്ലെ? അതുവരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, പോളിയോ വാക്സിൻ കുട്ടികൾക്ക് എത്ര വയസ്സ് വരെയാണ് കൊടുക്കുന്നത്? അറിയാമല്ലോ എല്ലാവർക്കും. എത്ര വയസ്സ് വരെയാണ് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്? 5 വയസ്സ്. 5 വയസ്സ് വരെ കൊടുക്കും, അല്ലെ? 5 വയസ്സ് വരെയാണ് കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നത്? പോളിയോ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത്. എത്ര പ്രാവശ്യമായിട്ട് കൊടുക്കും നമ്മള്? 7 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. 7 പ്രാവശ്യമായിട്ടാണ് 5 വയസ്സ് വരെ കുട്ടികൾക്ക് നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. ഹൗ മെനി ടൈംസ് ടു ഗിവ് പോളിയോ ഡ്രോപ്സ്? 7 ടൈംസ്. ഓക്കെ, ഹൗ മെനി ടൈംസ് ടു ഗിവ് പോളിയോ ഡ്രോപ്സ്? 7 ടൈംസ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, മിസ് ഒന്നുകൂടി ഒന്ന് പറയാവോ? ഞാൻ ഇപ്പോഴായിരുന്നു ജോയിൻ ചെയ്തത്. അതുപോലെ പോളിയോ വാക്സിൻ 7 പ്രാവശ്യമാണ് കൊടുക്കുന്നത് 5 വയസ്സ് വരെ. ആ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു PDF നോട്ട് ഉണ്ടല്ലോ, അതൊന്ന് നോക്കുക, അതൊന്ന് വായിക്കുക കേട്ടോ. ഡിഫ്തീരിയ, മാം ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒന്ന് ആബ്സെന്റ് വേണം. ഞങ്ങളുടെ അവിടെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ചടങ്ങുകൾ നടക്കാനായിണ്ടേ. അപ്പൊ ഒന്ന് ആബ്സെന്റ് വേണം. ഞാൻ റെക്കോർഡ് ക്ലാസ് കാണാം. അത് പറയാൻ വേണ്ടിട്ട് ജോയിൻ ചെയ്തതാട്ടോ മാഡം. ഓക്കെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യാ? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഇത് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. സമാധാനപരമായിട്ട് എന്ത് ചെയ്യാം? മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം. ഓക്കെ, റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇല്ല, ഇന്ന് ടൈം ടേബിൾ പ്രകാരമല്ല. ഞാൻ ഫ്രൈഡേ ഞാൻ ലീവ് ആയിരുന്നു, അതിന് പകരം മൺഡേ ഞാൻ കയറിയതാണ് കേട്ടോ ഇന്ന്. ഓക്കെ, എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ,
അപ്പൊ എല്ലാ ഫ്രൈഡേയും മിസ് ആയിരിക്കും വരാ? അതെ അതെ അതെ. ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തമ്പ് ചെയ്യാം. ഓക്കെ, വായിച്ചല്ലേ? അപ്പോ നമുക്കറിയാം ഇമ്മ്യൂണൈസേഷന്റെ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഇത് മൂന്നും എന്താണ്? ഡിസീസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഡിഫ്തീരിയയെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത് കേട്ടാ. ഓക്കെ, ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് കില്ലർ ഡിസീസ് എന്നാണ്. ഓക്കെ, കില്ലർ ഡിസീസ് എന്നാണ് എന്തറിയപ്പെട്ടിരുന്നത്? ഡിഫ്തീരിയ അറിയപ്പെട്ടിരുന്നത്. പിന്നെ പണ്ടുള്ള ആളുകൾ ഇതിനെ വിളിച്ചിരുന്നത് തൊണ്ടമുള്ളെന്ന. ഓക്കെ, ഡിഫ്തീരിയ ഓർ തൊണ്ടമുള്ളെന്നാണ് ഈ രോഗം അറിയപ്പെടുക. അപ്പൊ രണ്ട് പേരുകളുണ്ട്. ഒന്ന് കില്ലർ ഡിസീസ് എന്നറിയപ്പെടുന്നു, രണ്ട് തൊണ്ടമുള്ളെന്ന് അറിയപ്പെടുന്നു. രണ്ടിനും ഒരേപോലെയുള്ള കാരണങ്ങളുണ്ട്, റീസൺസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നതിന് പിന്നില് കാരണങ്ങളുണ്ട്. പേര് പോലെ തന്നെ കില്ലർ ഡിസീസ് എന്നറിയപ്പെട്ടിരുന്നത് ധാരാളം ആളുകളെ കൊന്നൊടുക്കിയ ഒരു രോഗമാണ് എന്ത്? ഡിഫ്തീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ഇത് സ്പെയിനിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അവിടെയുള്ള കുട്ടികളെ ധാരാളം പേരിൽ എന്ത് ചെയ്തു? ഈ രോഗം വന്നു. കുട്ടികൾ എന്ത് ചെയ്തു? ഇതുമൂലം മരിക്കുകയുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് വാക്സിൻസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതിനു വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നീട് ധാരാളം പരീക്ഷണങ്ങളിലൂടെയാണ് ശാസ്ത്രജ്ഞന്മാരും ഡോക്ടേഴ്സും എന്ത് ചെയ്തത്? ഇതിനുള്ള വാക്സിൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ആദ്യം ഗിന്നിപ്പന്നികളിലാണ് ഈ ഡിഫ്തീരിയ രോഗത്തിനെതിരായിട്ടുള്ള വാക്സിൻ പ്രയോഗിച്ചത്. ഓക്കെ, പരീക്ഷിച്ചത്. അതിനുശേഷം അത് വിജയിച്ചതിനെ തുടർന്ന് മനുഷ്യരിൽ പരീക്ഷിച്ചു. അങ്ങനെ മനുഷ്യർക്ക് പരീക്ഷിച്ച ഒരു വിഭാഗം ആളുകളിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് ഈ വാക്സിൻസ് കൊടുത്തു തുടങ്ങിയത്. ആളുകൾക്കും അതുപോലെ തന്നെ രോഗം ബാധിച്ച കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എന്ത് ചെയ്തു? ഈ ഒരു വാക്സിൻസ് കൊടുത്തു. ഈ കൊടുത്തതിന്റെ ഫലമായിട്ട് ഗണ്യമായിട്ട് മരണനിരക്ക്, അതായത് മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കുറയുകയുണ്ടായി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ രോഗം കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് കാരണം അമേരിക്കയില് ആദ്യമായിട്ട്, അതായത് അമേരിക്ക പോലുള്ള ആ ഒരു രാജ്യത്ത് കൂടുതൽ കുട്ടികൾക്ക് ഈ രോഗം പിടിപെടുകയും അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള വാക്സിൻ അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്തായി? അതിന്റെ ഫലമായിട്ട് ഈ ഒരു എന്താ പറയാ, ഈ രോഗത്തിന്റെ ആ ഒരു സ്പ്രെഡ്നെസ് കുറഞ്ഞു വരികയും ആളുകൾക്ക് രോഗം ഭേദമാകാനും തുടങ്ങി. ഓക്കെ, അപ്പോ ധാരാളം ആളുകളെ കൊന്നൊടുക്കിയ രോഗമായതുകൊണ്ടാണ് കില്ലർ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് തൊണ്ടമുള്ള്, അതായത് ഈ ഭാഗത്ത് നമ്മുടെ തൊണ്ടയില് എന്താണ്, ഒരു മുള്ളു പോലെ കാണപ്പെടും ഈ രോഗം വന്നു കഴിഞ്ഞാല്. അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുകൊണ്ടാണ് ഇത് തൊണ്ടമുള്ള് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ കില്ലർ ഡിസീസ് ഉണ്ട്, അതുപോലെ തന്നെ തൊണ്ടമുള്ള് എന്നും ഈ രോഗം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ആദ്യകാലത്തെ വാക്സിൻസോ ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് എന്ത്? ഇതിനു വേണ്ടിയുള്ള വാക്സിൻസും കാര്യങ്ങളും ആളുകൾ കണ്ടുപിടിക്കാനായിട്ട് ആരംഭിച്ചത്. ഓക്കെ, പിന്നെ ഇതൊരു ബാക്ടീരിയ ആണ് ഈ രോഗം പരത്തുന്നത് കേട്ടോ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണെന്ത്? ഈ ഒരു തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രോഗാണു ഉള്ളിലെത്തി, ഡിഫ്തീരിയയുടെ ഒരു രോഗാണു ഉള്ളിലെത്തിയതിനു ശേഷം 2-5 ദിവസത്തിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഓക്കെ, 2 or 5 ഡേയ്സിനുള്ളിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ബോഡിയില് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഡിഫ്തീരിയ രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ തെറിക്കുന്ന ചെറു കണികകളിലൂടെയാണ് ഈ ഒരു രോഗം
പിടിപെടുന്നത് ആളുകൾക്ക്. ഓക്കെ, ഇപ്പൊ ഡിഫ്തീരിയ പിടിപെട്ട ഒരു രോഗി അയാൾ തുമ്മുകയാണ് അല്ലെങ്കിൽ ചുമക്കുകയാണ്. അപ്പൊ എന്താണ്, നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയും ഡ്രോപ്സ് പുറത്തേക്ക് തെറിക്കുക അല്ലെ. അങ്ങനെ ഡ്രോപ്സിലൂടെയാണ് എന്ത് മറ്റുള്ള ആളുകളിലേക്ക് ഈ രോഗം എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ഇതിലൊന്നും കൂടി നോക്കിയാൽ എന്ത് ചെയ്യാം, ഈ രോഗം പകരാം. അതായത് ഈ ഡിഫ്തീരിയ രോഗി ഇപ്പൊ വീടുകളിലൊക്കെ താമസിക്കുന്ന ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾക്കോ ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാല് ആള് ഉപയോഗിച്ച കർച്ചീഫുകള്, ആള് ഉപയോഗിച്ച ഗ്ലാസുകള്, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കില്ലേ ഗ്ലാസുകള്, അതിലൂടെയും എന്ത് പകരാം, ഈ രോഗം പകരാം. ഓക്കെ, അപ്പൊ എന്താണ്, കർച്ചീഫിലൊക്കെ എന്തായാലും ഡ്രോപ്സ് ഉണ്ടാവും അല്ലെ, നമ്മുടെ മൂക്കിൽ നിന്നൊക്കെ വരുന്ന ഡ്രോപ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും വായിൽ നിന്നുണ്ടാകുന്ന ഡ്രോപ്സ് ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കും അല്ലെ, നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, മൈക്രോസ്കോപ്പിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് വിസിബിൾ ആവുക രോഗാണുക്കൾ അല്ലെ. അപ്പൊ അങ്ങനെയും എന്ത് പകരാം ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ രോഗം പകരാം. അപ്പൊ ആളെ, അതായത് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്ത ഒരാളെ നമ്മൾ പ്രത്യേക റൂമിൽ പാർപ്പിച്ചാലും അയാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തുണ്ടായിരിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില രോഗികൾക്ക് പുറമെ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ലെങ്കിലും രോഗം പിടിപെടാനുള്ള അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യിപ്പിക്കാനുള്ള ശേഷി ഉണ്ട്. ചില ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ തുമ്മലോ ചുമയോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താണ്, രോഗാണു അയാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് പകരാം, രോഗം പിടിപെടാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സിംറ്റംസ് കാണിക്കാത്ത രോഗികളാണെങ്കിൽ 6 ആഴ്ച കാലത്തോളം എന്തുണ്ടാകും, രോഗം പകരാനുള്ള ശേഷി ആ ഒരു ബോഡിക്ക് ഉണ്ടാവും, പടർത്താനുള്ള, മറ്റുള്ളവരിലേക്ക് രോഗം വ്യാപിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകും. ഓക്കെ, ഇനി ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ ടോക്സിനുകളാണ് ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ ഡിഫ്തീരിയ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, അത് ഒരു വിഷസമാനമായിട്ടുള്ള ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ടോക്സിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വസ്തു പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ ഒരു ടോക്സിൻസ് ആണ് ഡിഫ്തീരിയ പിടിപെട്ട ആളുകൾക്ക് രോഗം വർദ്ധിക്കാനായിട്ട് കാരണമാകുന്നത്, രോഗം ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആകുന്നത്. ഓക്കെ, പിന്നെ സാധാരണ ഇപ്പൊ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, എന്താ പറയാ, പടരുന്നതാണ് പറഞ്ഞാൽ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, ഡ്രോപ്സിലൂടെയാണ് പകരുന്നത്. ഓക്കെ, ഇനി സാധാരണ ഒരു ജലദോഷം ഉണ്ടാകും, നമുക്കിപ്പോ ഒരു ജലദോഷപ്പനി വരില്ലേ, അതുപോലെ തന്നെ ഒരു ജലദോഷം ഉണ്ടാകും. അതുപോലെ മൂക്കിൽ നിന്ന് വെള്ളം വരിക, ആ ഒരു ഇത് കാണാൻ സാധിക്കും. പിന്നെ ചുമ ഉണ്ടാകും. അതുപോലെ തന്നെ തുപ്പലിറക്കുമ്പോൾ തൊണ്ടവേദന ഉണ്ടാകും. പിന്നെ വാ തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു വെള്ളപ്പാട് പോലെ കാണാനായിട്ട് സാധിക്കും. അതാണ് ഡിഫ്തീരിയയെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പറഞ്ഞ സിംറ്റംസ്, അതായത് ജലദോഷം, ചുമ, മൂക്കിൽ നിന്ന് വെള്ളം വരിക, തുപ്പലിറക്കുമ്പോൾ വേദന ഉണ്ടാവുക, ഇതൊക്കെ നമുക്ക് ഏതൊരു സാധാരണ ഒരു വൈറൽ പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പനിയോ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് സാധാരണ വരാറുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ അധികം കാര്യമാക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള സിംറ്റംസിന്റെ കൂടെ തന്നെ വായുടെ ഉള്ളിൽ, അതായത് അണ്ണാക്കിന് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, വായ തുറന്ന് നോക്കിയാല് ഓക്കെ, നമ്മുടെ ആ ഒരു ഉള്ളിൽ ഭാഗത്ത്, ആ വോക്കൽ കോഡിന്റെ ഒക്കെ ഉള്ളിൽ ആ ഒരു ഭാഗത്തായിട്ട് ഒരു വെള്ളപ്പാട് പോലെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പാൽപ്പാട ഉണ്ടല്ലോ മിൽക്കിൽ നമ്മൾ കാണില്ലേ, കെട്ടിക്കിടക്കില്ല, കുറച്ചു നേരം ഗ്ലാസ്സിൽ നമ്മൾ പാലൊഴിച്ചു വെച്ച് കഴിഞ്ഞാല് ഇത്തിരി കഴിയുമ്പോൾ മുകളില് പാട കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റില്ലേ. ആ പാട പോലെ നമ്മുടെ തൊണ്ടയുടെ ഉള്ളിൽ എന്തുണ്ടാകും, കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഡിഫ്തീരിയ ആണെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പൊ ഡിഫ്തീരിയ ബാധിച്ചൊരു കുട്ടിയെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ട്. അപ്പൊ ഡോക്ടർ വാ തുറന്ന് നോക്കാൻ പറയുമ്പോൾ, വാ തുറക്കുമ്പോ ഈ ഒരു വെള്ളപ്പാട് കാണുകയാണെങ്കിൽ ഡോക്ടർ ഉറപ്പിക്കുകയാണ് ഈ കുട്ടിക്ക് ഡിഫ്തീരിയ ആണ്. ഓക്കെ, ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളും മറ്റും ഉണ്ട്. പക്ഷെ ഈ ഒരു പാട് ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ രോഗം ഇതാണെന്ന് പിടികിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ തലവേദന ഉണ്ടാകും. ഓക്കെ, തലവേദന ഉണ്ടാകും. അതുപോലെ ഛർദി ഉണ്ടാകും. സാധാരണ ഒരു പനി നമുക്ക് വരുമ്പോ എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നോ അതൊക്കെ എവിടെ ഉണ്ടാകും, ഈ ഒരു ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകും. ഓക്കെ, പാട് പോലെ തലവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും.
ഓക്കെ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കൈയും കാലും തളർന്നു പോവുക. അപ്പൊ മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യത എന്തിനുണ്ട്? ഡിഫ്തീരിയ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിനുണ്ട്. ഓക്കെ, പിന്നെ ശ്വാസതടസ്സം ഉണ്ടാവാം, സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം, കാരണം തൊണ്ടനെയാണല്ലോ ബാധിക്കുന്നത്. അപ്പൊ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം, അതുപോലെ തന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടാം. ഓക്കെ, ഇനി സാധാരണഗതിയില് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്. ഓക്കെ, സാധാരണ നോർമൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ 2 വയസ്സിന് ബിലോ 2 ഇയേഴ്സിനുള്ളിലാണ് എന്തുണ്ടാവുന്നത്? ഈ രോഗം നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ കുട്ടികൾക്കുണ്ടെങ്കിൽ മുതിർന്നവരിലേക്കും എന്ത് ചെയ്യാം? ഈ രോഗം സ്പ്രെഡ് ചെയ്യാം. ഇപ്പൊ വീട്ടിലൊരു കുഞ്ഞിന് വന്നു കഴിഞ്ഞാല് നമ്മൾ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം അല്ലെ? കാരണം എന്താ? നമുക്ക് മുതിർന്നവരിലേക്കും എന്ത് ചെയ്യാം? ഈ രോഗം പെട്ടെന്ന് വ്യാപിക്കാനായിട്ട് ഇടയുണ്ട്. ഓക്കെ, പിന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ വാക്സിനേഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാം? ഡിഫ്തീരിയ വരാതെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയക്ക് എതിരായിട്ട് കുട്ടിക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻസ് അതാത് ടൈമിൽ കൊടുത്തിട്ടുണ്ടോ എങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ഈ രോഗം ഒരു പരിധി വരെ എന്ത് ചെയ്യാം? തടയാൻ നോക്കാം. ഓക്കെ, പിന്നെ 90-95% ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? DPT. ഓക്കെ, അതായത് DPT എന്ന് പറയുന്നത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഈ 3 രോഗങ്ങൾക്കും എതിരായിട്ട് ഒരൊറ്റ വാക്സിൻ ആണ് നൽകുന്നത്. അതാണ് DPT വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡിഫ്തീരിയക്ക് എതിരായിട്ട് നൽകുന്ന വാക്സിന്റെ പേരെന്താണ്? DPT വാക്സിൻ ആണ്. ഓക്കെ, പിന്നീട് മരണനിരക്ക്, അതായത് ഡിഫ്തീരിയ ഒരാൾക്ക് പിടിപെട്ട് കഴിഞ്ഞാല് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈയാ. ഓക്കെ, അതായത് ഇത് ക്രിട്ടിക്കൽ ആയാല് മരണം സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട രോഗമാണ് DPT വാക്സിൻ ആണ്. DPT കേട്ടോ, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഈ 3 രോഗങ്ങൾക്കെതിരായിട്ട് ഒരൊറ്റ വാക്സിൻ ആണ് നൽകുന്നത്. ആ വാക്സിന്റെ പേരാണ് DPT വാക്സിൻ. ആ പേരിന്റെ ആദ്യ ലെറ്റർ ആണ് ആ വാക്സിൻ ഉള്ളത് കേട്ടോ. 3 രോഗത്തിന്റെയും ആദ്യത്തെ ലെറ്റർ. ഓക്കെ, DPT വാക്സിൻ കേട്ടോ. ഓക്കെ, ഇനി കോംപ്ലിക്കേഷൻസ് നമ്മുടെ ഹാർട്ട് ബീറ്റ് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവുന്നുണ്ടോ, വർദ്ധിക്കുന്നുണ്ടോ? പിന്നെന്താണ്? അതുപോലെ തന്നെ ന്യൂമോണിയ ചിലപ്പോൾ നമുക്ക് പിടിപെടാം. ഓക്കെ, തലച്ചോറിലേക്ക് എന്ത് ചെയ്യാം? ഈ രോഗം പെട്ടെന്ന് സ്പ്രെഡ് ആകാം. അങ്ങനെ നമുക്ക് ന്യൂമോണിയ പിടിപെടാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് ഡിഫ്തീരിയയെ കുറിച്ചിട്ട് ഉള്ളത് കേട്ടോ. മാം ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊന്നൂടെ പറയാമോ? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, അത് ഇൻക്രീസ് ആകും. ക്രിട്ടിക്കൽ ആയാലുള്ള അവസ്ഥയാണ് പറയുന്നത്. പിന്നെ ന്യൂമോണിയ ബാധിച്ച് എന്ത് ചെയ്യാം? രോഗി മരിക്കാം, ഈ രോഗം സീരിയസ് ആയാലും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മാം. ഇനി ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിവുണ്ടോ ഡിഫ്തീരിയയെ കുറിച്ചിട്ട്? മനസ്സിലായോ? എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ ആർക്കെങ്കിലും ഈ രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഈ രോഗം പിടിപെട്ടിട്ടുണ്ടോ? ഈ രോഗത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിവുകളുണ്ടോ? അതാണ് ചോദിക്കുന്നത് കേട്ടോ. ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് നമ്മൾ പോവുക. ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൽ പറയാനായിട്ട് ഉണ്ടാകണം. ആർക്കും ഇല്ല? ഇതുവരെ ഡിഫ്തീരിയ എന്ന് കേട്ടിട്ടേ ഇല്ല നിങ്ങള്? ഉണ്ട് മാഡം, കേട്ടിട്ടുണ്ട്. എന്റെ വൈറസിന്റെ ഡീറ്റെയിൽസ് കേട്ടിട്ടുണ്ട്. ആർക്കും വന്നുള്ള അനുഭവമല്ല, അല്ലാതെ കേട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച്. കലാരുൺ എന്തൊക്കെയാണോ കേട്ടേക്കണം, ഒന്ന് ഷെയർ ചെയ്യാമോ? മാഡം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ കുട്ടികൾക്ക് വാക്സിൻ, അതായത് 10 ആഴ്ചക്ക് ശേഷം ഒരു DPT എന്ന് പറഞ്ഞൊരു വാക്സിൻ എടുക്കും. ഇതിന്റെ വൈറസിന്റെ പേര് കൊറേനിയം ടെറ്റനി എന്നുള്ളതാണ്. അല്ല, കൊറേനിയ അല്ലല്ലോ, ഡിഫ്തീരിയ എന്നുള്ള ഇതിന്റെ പേര് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്കിന് തൊണ്ടമുള്ള, അത് ഈ ഡിഫ്തീരിയ എന്നുള്ള വെതിപ്പ് രണ്ടും ഇത് തന്നെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ഈ തൊണ്ടമുള്ള എന്ന് ഉദ്ദേശിച്ചിരുന്ന മറ്റേ ഗോയിറ്റർ ഇല്ലേ, അതിനെയായിരുന്നു. ആ ഒരു ഇതുകൂടെ മാറിക്കിട്ടി. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതെ അതെ. താങ്ക് യു.
ഓക്കെ, അപ്പൊ നമുക്ക് മാഡം മൃഗങ്ങളിലും ഈ തൊണ്ടമുള്ളെന്ന് പറയുന്ന രോഗം ഉണ്ടാവാറില്ലേ മാഡം? മൃഗങ്ങളിലോ? ആ. മൃഗങ്ങളില് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ? അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ എങ്ങനെയാണെന്ന്. പറഞ്ഞു കേട്ടു ഈ കോഴിക്ക് അങ്ങനെ ഇതില് കോഴിക്കും പശുവിനൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണോ എന്നാണ് അറിയാനാണ്. അറിയില്ല കേട്ടോ, നോക്കിയിട്ട് വരാം ഞാൻ കറക്റ്റ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ കുട്ടികളുടെ ആണല്ലോ പറയുന്നേ, നോക്കിയിട്ട് വരാം. ഓക്കെ. അതല്ല, ആദ്യം ഇതിനെതിരെ വാക്സിന് നോക്കിയത് മൃഗങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ മാഡം നേരത്തെ. ഓക്കെ, അങ്ങനെ പറഞ്ഞാണല്ലേ. ഓക്കെ, ആ വാക്സിൻസ് അത് നമ്മൾ ഏത് വാക്സിൻസ് പരീക്ഷിക്കുമ്പോഴും മൃഗങ്ങളിൽ ആദ്യം പരീക്ഷിക്കുക. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യരിലേക്ക് എന്ത് ചെയ്യുന്നത്, അത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മളിലേക്കല്ല. ഇപ്പൊ കൊറോണയുടെ വാക്സിൻ ആയാലും ആദ്യം മൃഗങ്ങളിലാണ് പരീക്ഷിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകളെ അത് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ആ ഒരു കൂട്ടം മനുഷ്യരിൽ എന്ത് ചെയ്യും, പരീക്ഷിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ നോർമൽ പൊതുജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത്, വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, എന്ത് സാധനം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം മനുഷ്യരിൽ പരീക്ഷിക്കില്ല, മൃഗങ്ങളിൽ പരീക്ഷിച്ചു കഴിഞ്ഞ് വിജയിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യരില് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ. അതെന്താണെങ്കിലും. ഓക്കെ, ബാക്ടീരിയയുടെ പേരൊന്നും കൂടി ഒന്ന് പറയാമോ? കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ കേട്ടോ. കൊറീനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ഇപ്പൊ നോക്കിയാ നമ്മള് ഇതിനകത്ത് ആദ്യം പറഞ്ഞു, അതായത് ബേബിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ് എന്ത് കൊടുക്കുന്നേ, നമ്മള് ഡിഫ്തീരിയയുടെ വാക്സിൻ കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ കേട്ടോ, 6th വീക്കിൽ എന്ത് കൊടുക്കും, കുഞ്ഞ് ജനിച്ച് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കും. ഓക്കെ, DPT കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 10 വീക്സ് 10 വീക്സ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അല്ല, ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? മ്യൂട്ട് ചെയ്ത് വെക്കോ? മ്യൂട്ട് ചെയ്ത് വെക്കോ. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോ DPT വാക്സിൻ ആദ്യം കുട്ടിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ കൊടുക്കും. പിന്നീട് 10 ആഴ്ച 10 വീക്സ് ആകുമ്പോൾ കൊടുക്കും. പിന്നീട് 14th വീക്കില് 14 ആഴ്ച കുട്ടിക്ക് പ്രായമാകുമ്പോൾ എന്ത് കൊടുക്കും, DPT വാക്സിൻ നമ്മൾ കൊടുക്കും. അപ്പൊ ഈ 6th വീക്ക്, 10th വീക്ക് ആൻഡ് ലാസ്റ്റ് വൺ 14th വീക്ക്, ഈ 3 വീക്കില് കൊടുക്കുന്ന DPTയുടെ ആ 3 വാക്സിനെ നമ്മൾ പറയുന്ന പേരാണ് DPT പ്രൈമറി ഡോസ് കേട്ടോ. 3 ആഴ്ച, അതായത് 6 ആഴ്ച, അത് കഴിഞ്ഞ് 10 ആഴ്ച, നെക്സ്റ്റ് 14 ആഴ്ച. ഇത് 3ഉം കൂടി ചേർന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിന്റെ പ്രൈമറി ഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിനെ 3 എണ്ണത്തിനെയും കൂടിയാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ DPTയുടെ ഇതിന് ശേഷം കുട്ടിക്ക് 14 ആഴ്ച കഴിഞ്ഞതിന് ശേഷം കുട്ടിക്ക് 4 വയസ്സിനും 1.5 to 2, അതായത് കുട്ടിക്ക് 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയില് എന്ത് കൊടുക്കും, ഇതുപോലെ തന്നെ കൊടുക്കും, DPT വാക്സിൻ കൊടുക്കും. പിന്നീട് 4 വയസ്സിനും 5 വയസ്സിനും ഇടയിൽ എന്ത് കൊടുക്കും, കുട്ടിക്ക് DPT വാക്സിൻ കൊടുക്കും. പിന്നീട് 15 വയസ്സ് 14 to 15 ഇയേഴ്സ് 14നും 15നും ഇടയിൽ എന്ത് കൊടുക്കും, കുട്ടിക്ക് DPT വാക്സിൻ കൊടുക്കുന്നുണ്ട്.
അപ്പോ ഈ 3 എണ്ണത്തിനെയും, അതായത് ഞാനിപ്പോ പറഞ്ഞല്ലോ 1.5 to 2, പിന്നീട് 4 to 5, പിന്നീട് 14 to 15, ഇതിനെ DPTയുടെ ബൂസ്റ്റർ ഡോസ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ പ്രൈമറി ഡോസ് നമ്മൾ കൊടുക്കുന്നത് ഏത് വീക്കിലാ? 6th വീക്ക്, 10th വീക്ക്, 14th വീക്ക്. ഇനി ബൂസ്റ്റർ കൊടുക്കുന്നത് 1.5നും 2നും ഇടയിലും, അതുപോലെ തന്നെ 4നും 5നും ഇടയിലും, അതുപോലെ തന്നെ 14 ഇയേഴ്സിനും 50 ഇയേഴ്സിനും ഇടയിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഇതിന്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ബൂസ്റ്റർ ഡോസ് ഏതാന്നൂടി പറയോ? ഓക്കെ മാം. ബൂസ്റ്റർ ആണ് നമ്മള് DPT വാക്സിൻ തന്നെ ബൂസ്റ്റർ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. മിസ്സേ 4 to 5 ആണോ 5 to 6 ആണോ? 4 to 5, 4നും 5നും ഇടയിൽ കേട്ടോ. 5 കടന്ന് പോകാറില്ല. 1.5 അത് പറഞ്ഞ ക്ലിയർ ആയില്ല, ഏജ് പറഞ്ഞത്. 1.5 to 2, 1.5നും 2നും ഇടയിലും, അതുപോലെ തന്നെ 4നും 5നും ഇടയിലും. ഓക്കെ, അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. മാം അതുപോലെ 12 വയസ്സിനും 14 വയസ്സിനും ഇടയിലല്ലേ ബൂസ്റ്റർ തേർഡ് വരുന്നത്? ബൂസ്റ്റർ തേർഡ് വരുന്നത് 12നും 14നും ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാലും 15 വയസ്സ് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എന്ത് കൊടുക്കാറുണ്ട്? ഇത് കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. മാം 7 ടൈംസ് ആയിട്ടല്ലേ കൊടുക്കണെന്ന് പറഞ്ഞത്? അത് പോളിയോ ആണ്. പോളിയോ ഡ്രോപ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഓരോ വാക്സിന്റെ കൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? 5 വയസ്സ് വരെ പോളിയോ ഡ്രോപ്സ് കുഞ്ഞിന് കൊടുക്കുന്നില്ലേ? ഓക്കെ മാം. അത് 7 പ്രാവശ്യം പോളിയോ ഡ്രോപ്സ് ആണ്. ഇത് DPT ആണ് പറയുന്നത് കേട്ടോ. പ്രൈമറി ഡോസ് ആയിട്ടും ബൂസ്റ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഡിഫ്തീരിയ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മലപ്പുറം നമുക്കറിയാം, ഒരു 2019-20 കാലഘട്ടത്തിലൊക്കെ എന്താണ് ധാരാളം കേസുകൾ, ഒരു കുടുംബത്തിൽ 5 പേര് ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തിട്ട് മരിക്കുകയുണ്ടായി. ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മലപ്പുറം പോലുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഡിഫ്തീരിയ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട് കേരളത്തില്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളില് 10 വർഷം കൂടുമ്പോൾ DT വാക്സിൻ എടുക്കും. DPT അല്ല കേട്ടോ. അതായത് ഡിഫ്തീരിയക്കും ടെറ്റനസിനും എതിരായിട്ടുള്ള, അതായത് 2 വാക്സിനും കൂടി കൂടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? വാക്സിൻ കൊടുക്കുന്നുണ്ട്. DPT ആയിട്ടല്ല കൊടുക്കുന്നത്, DT വാക്സിൻ ആയിട്ടാണ് കൊടുക്കുന്നത്, ഡിഫ്തീരിയക്കും ടെറ്റനസിനും എതിരായിട്ട്. ഓക്കെ. 10 വർഷം കൂടുമ്പോഴാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏരിയയിലെ ജനങ്ങൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? 10 വർഷം കൂടുമ്പോൾ ഇങ്ങനെ വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞു, നമുക്കറിയാം, അതായത് കൾച്ചർ വഴിയാണ്, തൊണ്ടയിലെ സ്വാബ് എടുത്തിട്ടാണ്, സ്രവം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിഫ്തീരിയ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അങ്ങനെയുള്ള കാര്യം, അതായത് ഡോക്ടേഴ്സിന് അങ്ങനെ എടുക്കേണ്ടി വരാറില്ല. കാരണം കൂടുതലും വാ തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളപ്പാട് പോലെ കാണപ്പെടുന്നത് കൊണ്ട് എന്താണ് ആ ഒരു ഇത് വരേണ്ടി, അതായത് സ്വാബ് എടുക്കേണ്ട ആ ഒരു ഇത് വരാറില്ല. ഇനി അങ്ങനെ ഒരു വെള്ളപ്പാട് ഇല്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഡിഫ്തീരിയ കേസ് ഒരു കുട്ടിക്ക് ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാല് കുട്ടിക്ക് ഉടനെ തന്നെ ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഷീജ ആന്റി ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് കൊടുക്കും. അതായത് ടോക്സിൻ എന്ന് പറയുമ്പോൾ ഷീജ ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഷീജ മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു, ടോക്സിൻസ് ആണ് രോഗത്തെ എന്താക്കുന്നത്? കൂടുതൽ തീവ്രമാക്കുന്നത് അല്ലെ. ടോക്സിൻസ് ആണ് രോഗത്തെ കൂടുതലായിട്ട് തീവ്രമാക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് എന്ത് കൊടുക്കും? ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതുകൂടാതെ ആന്റിബയോട്ടിക്സ് കൊടുക്കും അതിന്റെ കൂടെ കേട്ടോ. ആന്റിബയോട്ടിക്സ് കൊടുക്കും. ഇനി അതുപോലെ തന്നെ പെൻസിലിൻ എന്ന് പറയുന്ന മെഡിസിൻ അത് കൊടുക്കാറുണ്ട്. പിന്നെ എറിത്രോമയാസിൻ എന്ന് പറയുന്ന, ഓക്കെ കിറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ, റെക്കോർഡ് കണ്ടാൽ മതി. അപ്പൊ പെൻസിലിൻ കൊടുക്കാറുണ്ട്, എറിത്രോമയാസിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ. രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് പറയോ? ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ്
ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ്, ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ പെൻസിലിൻ, പിന്നെ എറിത്രോമയാസിൻ. ലാസ്റ്റ് വണ്ണിന്റെ പേരെന്താ? എറിത്രോമയാസിൻ. സ്പെല്ലിംഗ് പറയോ? സ്പെല്ലിങ് ERITHROMYSIN, എറിത്രോമയാസിൻ. ഓക്കെ ടീച്ചർ. ഓക്കെ, ഇനി നമ്മളിപ്പോ ഒരു ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്തൊരു കുട്ടിയുമായിട്ട് ഇടപഴകിയെന്ന് വിചാരിക്കാം. പക്ഷെ ഇടപഴകുന്ന സമയത്ത് നമുക്കറിയില്ല ഈ കുട്ടിക്ക് ഡിഫ്തീരിയ ഉണ്ടെന്ന് അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പോയി, ആ ബർത്ത്ഡേ ബോയ് ആയിട്ട് നിൽക്കുന്ന കുട്ടിക്ക് ഡിഫ്തീരിയ ഉണ്ട്, പക്ഷെ വേറെ ആർക്കും അറിയില്ല, കാരണം ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു കുട്ടിയായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നു, പിറ്റേ ദിവസമാണ് അറിയുന്നത് കുട്ടിക്ക് എന്താണ് ഡിഫ്തീരിയ ആണെന്ന് അറിയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്താൽ മതി, എറിത്രോമയാസിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് 10 days നമ്മൾ കഴിക്കണം മുടങ്ങാതെ. ഇത് ഡിഫ്തീരിയ പ്രിവെന്റ് ചെയ്യും. നമ്മൾ ആ ഒരു കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ, ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്ത് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എറിത്രോമയാസിൻ, ഞാൻ ഈ പറയുന്ന ടാബ്ലറ്റ് ഉണ്ടല്ലോ എറിത്രോമയാസിൻ, അതൊരു 10 days കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫ്തീരിയയെ നമുക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാം? പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ മാം. ഓക്കെ മാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഡിഫ്തീരിയയെ കുറിച്ചിട്ട് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പെർട്ടൂസിസ് ആണ് കേട്ടോ. പെർട്ടൂസിസ് വൂഫിൻ കഫ് എന്ന് പറയും, അതായത് വില്ലൻ ചുമ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. വില്ലൻ ചുമ അല്ലേ? കേട്ടിട്ടുണ്ട്. അപ്പോ കുട്ടികളിലാണ് സാധാരണ എന്ത് കണ്ടുവരുന്നത്? ഈ ഒരു രോഗം കണ്ടുവരുന്നത്. ഓക്കെ, ചെറിയ ചുമയിലായിരിക്കും എന്ത് തുടങ്ങുക? ഞാനിപ്പോ പറയുന്നത് പെർട്ടൂസിസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ചെറിയ ചുമയിലായിരിക്കും എന്ത് തുടങ്ങുക? ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യും? നിർത്താതെ വലിയ ചുമയായിരിക്കും, വലിയ രീതിയിൽ എന്തുണ്ടാവും? ചുമ ഉണ്ടാകും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഈ ഒരു ചുമ കൂടിക്കഴിഞ്ഞാല് നിർത്താതെ എന്ത് ചെയ്യും? ചുമച്ച് ഛർദിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബോർഡുല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയയാണ് ഈ ഒരു രോഗം പെർട്ടൂസിസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബോർഡല്ല പെർട്ടൂസിസ്. ഓക്കെ, ബോർഡല്ല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയ സ്പെല്ലിംഗ് ഒന്ന് പറയോ? പറയാം. BORDELLAPERTUSIS. ബോർഡല്ല പെർട്ടൂസിസ്. PDF അല്ലാതെ മറ്റേ നോട്ട്സ് അയച്ചു തരുമോ? ഇല്ല മോളെ, ഇത് നമ്മൾ എഴുതിയെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കണ്ടേ കേട്ടോ. അത് നിങ്ങളോട് പറഞ്ഞില്ലേ? ഇല്ല, അതറിയാനായിരുന്നു. ഞാനിത് ജസ്റ്റ് പറഞ്ഞു മാത്രം തരുള്ളൂ. നിങ്ങൾ തന്നെയാണ് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യേണ്ടത്? ഈ നോട്ട്സ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് നിങ്ങളുടെ ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, മോണ്ടിസോറി കോഴ്സ് അതാണ് കേട്ടോ. ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങൾ. ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളെ പോലെ തന്നെ ഒരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാനിവിടെ പറയുന്നത്. ഞാനൊരു ടീച്ചർ, ഇത് ഫെസിലിറ്റേറ്റർ ആണ്, ടീച്ചർ എന്നുള്ള രീതിയിൽ ഇല്ല മോണ്ടിസോറിയിൽ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ല അത്? ഞാൻ ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ് എന്നായിരുന്നു മിസ്സേ? എന്താ ഈ ക്ലാസ് കഴിഞ്ഞത് ഏത് ദിവസമായിരുന്നു? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ. എന്നായിരുന്നു ഈ ക്ലാസ്? ക്ലിയർ അല്ല. 28/6/24
എന്റെ ക്ലാസ് അല്ലേ? ഫ്രൈഡേ. ഫ്രൈഡേ നെക്സ്റ്റ് കഴിഞ്ഞ ഫ്രൈഡേ അല്ല, അതിന് മുമ്പത്തെ ഫ്രൈഡേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി പറയാം കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ഞാൻ ഡിഫ്തീരിയയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. ഡിഫ്തീരിയയെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇതുമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഓക്കെ, അത് ഇപ്പൊ ചിലപ്പോ ആളുകൾക്ക് ചിലപ്പോ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൂടി ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ വിചാരിക്കണം. അതായത് നിങ്ങളിപ്പോ ഗൂഗിളിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന നോട്ട്സ് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇംഗ്ലീഷില് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അത് എന്ത് കാര്യവുമായിക്കോട്ടെ, അത് അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആക്ടിവിറ്റികളും അതുപോലെ തന്നെ അസൈൻമെന്റ്സും അതുപോലെ തന്നെ റെക്കോർഡുകളും ഉണ്ട്. അതറിയാമോ? അതറിയാം മിസ്. നോട്ടിന്റെ കാര്യമായിരുന്നു ഡൗട്ട്. അതൊക്കെ പറഞ്ഞല്ലോ. അസൈൻമെന്റ് പറഞ്ഞു അല്ലെ? അസൈൻമെന്റ് ഏതെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? 2 ചെയ്തു അല്ലെ? നോട്ട്സ് നിങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. അത് നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ്. ഞാനിപ്പോ നിങ്ങൾക്ക് മലയാളത്തിലാണ് പറഞ്ഞു തരുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് നോട്ട്സ് ആക്കി വെക്കണം. ഓക്കെ, ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ധാരാളം 1, 2, 3 ബാച്ചുകൾ വേറെ ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് ഇപ്പൊ 5-6 മാസമായി ഇവിടെ കോച്ചിങ് കൊടുക്കുന്നത്. ആ കുട്ടികൾക്ക് ഇപ്പൊ എല്ലാം തനി എഴുതുക ചെയ്യുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? ഇംഗ്ലീഷിലേക്ക് അത് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ അത്രയും ഇംപ്രൂവ്മെന്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. തനിയെ നമ്മള് നോട്ട്സ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പ്രയറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ? പ്രയർ, ആക്ഷൻ സോങ്, റോൾ പ്ലേ അതും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ പ്രയറൊക്കെ? ഞങ്ങള് ശരണ്യ മിസ്സിന്റെ ക്ലാസ്സിൽ എല്ലാ ദിവസവും പ്രയർ ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ എന്റെ ക്ലാസ്സിൽ ചെയ്യണം കേട്ടോ. ഞാൻ പറയാം, ഓരോരുത്തരോട് ഞാൻ പറയാം ചെയ്തിട്ട് വരാനായിട്ട്. ഇപ്പൊ ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞത് ഐഡിയ ഇല്ലേ, അതുകൊണ്ടാണ്. ഏതാണ്? എക്സാമിനെ എങ്ങനെ ഏത് രീതിയിലെ ക്വസ്റ്റ്യൻ വരുമോന്നൊന്ന് പറഞ്ഞു തരുമോ? ഒരു അതൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ എങ്ങനെ ചെയ്യാം കേട്ടോ. റെക്കോർഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് നിങ്ങള് റെക്കോർഡ് വേണം. റെക്കോർഡ് 5 എണ്ണം. 5 റെക്കോർഡാണ് കേട്ടോ. 5 റെക്കോർഡാണ് വേണ്ടത്. അതിനകത്ത് ആദ്യത്തെ റെക്കോർഡ് ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒരു മാസം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് അറിയാലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാറുള്ളതാണ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ചെറിയ ഫ്രൂട്ട്സിന്റെ പടങ്ങള്, അതുപോലെ തന്നെ ആനിമൽസിന്റെ, പിന്നെ എന്താ പറയാ, അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ബുക്കൊക്കെ മേടിച്ചു കൊടുക്കില്ലേ? അങ്ങനെ ആനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങള് മൈ കളക്ഷൻ ബുക്ക് എന്നുള്ള ഒരു ഇതില് എന്ത് ചെയ്യണം? കളക്ട് ചെയ്തിട്ട് വെക്കണം. ഓക്കെ, അതിനകത്ത് ഒട്ടിച്ച് വെക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് റെക്കോർഡ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വരിക. നമുക്ക് സമയമുണ്ടല്ലോ, അതിനുള്ളിലാണ് ഈ 5 റെക്കോർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തേത് ഈസിയാണ്. ഞാൻ ഈ പറയുന്ന ഫ്രൂട്ട്സിന്റെ ഒക്കെ നമുക്കൊരു ചാർട്ട് മേടിക്കാനൊക്കെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ കളക്ട് ചെയ്യാലോ. നമുക്ക് ബുക്ക് കുഞ്ഞുങ്ങളുടെ ഒക്കെ കളിക്കുടിക്കലൊക്കെ ഉണ്ടാവാം, ബാലരമയിലൊക്കെ ഉണ്ടാവാം അല്ലെ? അതൊക്കെ എന്ത് ചെയ്യാം? കളക്ട് ചെയ്ത് പേപ്പറിലൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമ്മള് ഇതൊന്ന് വെക്കാം. ഓക്കെ, റെഡി ആക്കിയിട്ട് വെക്കാം. ഫുള്ള് മൊത്തം 5 റെക്കോർഡാണ്, ടോട്ടൽ 5 റെക്കോർഡാണ്. അതിനകത്ത് ആദ്യത്തെ റെക്കോർഡാണ് ഞാൻ പറയുന്നത് മൈ കളക്ഷൻ ബുക്ക്. അതായത് ഈസി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബനാന ടോപ്സ് എഴുതാം. വേണമെങ്കിൽ ഒരു 10 ബനാന ടോപ്സ് എഴുതാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അതാണ് റെക്കോർഡ്. അതുപോലെ തന്നെ സാധാരണ നോട്ട്ബുക്കിലാണോ ഈ റെക്കോർഡ് ചെയ്യേണ്ടത്? റെക്കോർഡ് ബുക്ക് വലിയൊരു, നമുക്കറിയാലോ എങ്ങനെയാണ് റെക്കോർഡ് ബുക്ക് ഇരിക്കാന്ന്. ഞാൻ പറയാം കേട്ടോ, അതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നിങ്ങളോട് അടുത്ത ക്ലാസ്സിൽ. ഏത് ബുക്കിലാണ് ജസ്റ്റ് നിങ്ങളിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്തു തുടങ്ങിയാൽ മതി. ഇപ്പൊ ആയിട്ടില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറ് കുട്ടികൾക്ക് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പറഞ്ഞോ. അന്നേരം നമ്മൾ പഠിക്കേണ്ടത് PDF-ലുള്ള നോട്ട്സ് ആണോ എക്സാമിന് വേണ്ടി?
PDFs-ലുള്ള നോട്ടാണ് നമ്മൾ നോക്കുന്നത് കൂടുതലായിട്ടും. പക്ഷെ ഇത് മാത്രമല്ല, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് കേട്ടോ. ഓക്കെ. അത് മാത്രമല്ല, ആക്ടിവിറ്റി ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓരോരോ ആക്ടിവിറ്റികൾ ചെയ്യാനായിട്ട് തരും. ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ, അതായത് ഈ ഡിഫ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ്, ഈ ഒരു രോഗങ്ങള് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇപ്പോ അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ആളുകളൊക്കെ കാണാൻ പറ്റുമല്ലോ. അവരോട് ചോദിക്കാം, നിങ്ങളുടെ വീട്ടില് ഒരു 5 പേരുടെയോ 10 പേരുടെയോ ഇതെടുത്തിട്ട് അവരോട് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആർക്കാണ്, എന്താണ് സിംറ്റംസ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിവരങ്ങള് കളക്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതെന്തായി, ആക്ടിവിറ്റി ആയി. ഓക്കെ. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്, അതിന് നിങ്ങൾക്ക് വേറെ മാർക്ക് ഉണ്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചോദിച്ചിട്ട് വന്നു കേട്ടോ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഈ 3 രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 10 പേരെന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ. അംഗൻവാടിയിലൊക്കെ ചെന്നാൽ മതി. നിങ്ങളുടെ ജസ്റ്റ് ഉള്ള ആ ഒരു ഏരിയയിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാല് അവരോട് വിവരങ്ങളൊക്കെ ചോദിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങള് കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അതൊരു ആക്ടിവിറ്റി ആയിട്ട് കൂട്ടുക. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ബോർഡെല്ല പെർട്ടൂസിസ്, BORDELLA PERTUSIS, പെർട്ടൂസിസ്. ബോർഡെല്ല പെർട്ടൂസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്താ സ്പെല്ലിംഗ് ഒന്നോടി പറയോ? പറയാം. BORDELLA. BORDELLA PERTUSIS. ഓക്കെ. ബോർഡെല്ല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നേരിയ പനി ഉണ്ടാകും. ഓക്കെ. നമുക്ക് എന്തുണ്ടാകും, നേരിയ പനി ഉണ്ടാകും. അതുപോലെ തന്നെ മൂക്കൊലിപ്പ് അതുണ്ടാകും. പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ ഒച്ച ഉണ്ടാകും. ഓക്കെ. അതാണ് നേരിയത്. നേരത്തെ ഞാൻ പറഞ്ഞു നേരിയ ചുമയിൽ തുടങ്ങി വലിയ ചുമയിൽ അവസാനിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് കൂടാതെ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ട്. ഏതൊക്കെയാ, പനി ഉണ്ടാകും, അതുപോലെ തന്നെ മൂക്കൊലിപ്പ് ഉണ്ടാകും, ശ്വാസം ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ വലിയ ഒച്ച ഉണ്ടാകുന്നു. പിന്നെ ശരീരത്തിന് നീല നിറം ഉണ്ടാകും. ഓക്കെ. നീല കളറ് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ശരീരത്തില്. ഇനി 1 വയസ്സിന് താഴെയുള്ള കുട്ടികളില് ഈ രോഗം, അതായത് ഈ ഒരു പെർട്ടൂസിസ് പിടിവിട്ട് കഴിഞ്ഞാല് കഠിനമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് രോഗം പിടിപെടുന്നതെങ്കിൽ അത് കഠിനമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി ചുമയുടെ കാഠിന്യം മൂലം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായേക്കാം. ഇത് രോഗം മാരകമാകാനായിട്ട് ഇടയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ഒരു സമയത്ത് നമ്മുടെ തലച്ചോറിൽ, ബ്രെയിനില് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ചുമച്ച് ചില ആളുകള് ചോര ഛർദിക്കില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനില് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് കണ്ണിന് പുറമെ അല്ലെങ്കിൽ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ എന്ത് ചെയ്യാം, ബ്ലീഡിങ് ഉണ്ടാവാം, രക്തം വരാം. കണ്ണിന് പുറത്തു നിന്നും തൊലിപ്പുറമെ നിന്നൊക്കെ എന്ത് വരാം, ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാവാം, രക്തം വരാം. ഇനി ഈ ഒരു രോഗം കാഠിന്യമായാല് ആളെ എന്ത് ചെയ്യുന്നു, വെന്റിലേറ്ററിലേക്ക് മാറ്റാറുണ്ട്. വെന്റിലേറ്റർ ചികിത്സ ആവശ്യമായിട്ട്, കാരണം ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ വെന്റിലേറ്ററിന്റെ സഹായം ചിലപ്പോൾ ആളിന് വന്നേക്കാം. പിന്നെ രോഗി മൂക്ക് ചുറ്റുമ്പോഴും ചുമയ്ക്കുമ്പോഴും എന്ത് ചെയ്യാം, രോഗം പിടിപെടാം. ഓക്കെ. അപ്പോ ഇതിനും എന്ത് തന്നെയാണ്, ഡ്രോപ്സിലൂടെ തന്നെയാണ് എന്ത് പകരുന്നത്, ഈ രോഗം പകരുന്നത് കേട്ടോ. അതും ഓർത്തിരിക്കാം. പിന്നെ 7 തുടങ്ങി 14 ദിവസം വരെയുള്ള ആ ഒരു പീരീഡിലാണ് രോഗാണു എന്ത് ചെയ്യുന്നത്, പകരുന്നത് മറ്റുള്ളവരിലേക്ക്. ഓക്കെ. അതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 7 to 14 days ആണ്. ഓക്കെ. എന്തിന്റെ, പെർട്ടൂസിസിന്റെ കേട്ടോ.
ഓക്കെ. പിന്നെ മൂക്ക് മുതല് ശ്വാസനാളി വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ബാക്ടീരിയകള് വസിക്കുന്നുണ്ട് കേട്ടോ. മൂക്ക് മുതൽ ശ്വാസനാളി വരെ ഇതിന്റെ ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് സ്റ്റേജ്, ഈ ഒരു പെർട്ടോസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പനി ഉണ്ടാവും, ജലദോഷം ഉണ്ടാകും. പനിയും ജലദോഷവും ഉണ്ടാകും. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജില് ചുമ ഉണ്ടാകും. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ ചുമ ഉണ്ടാകും. തേർഡ് സ്റ്റേജ് ആകുമ്പോഴ് ശരീരത്തില് ചുവന്ന പാടുകളും നീല കളറും കാണപ്പെടാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് പനി ജലദോഷം, സെക്കൻഡ് സ്റ്റേജില് ചുമ, തേർഡ് സ്റ്റേജില് ചുവന്ന പാടുകള് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി തൊണ്ടയിൽ നിന്നുള്ള സ്രവം എടുത്തിട്ടാണ് ഇതിന് എന്താ പറയാ, ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്, നമ്മൾ രോഗം കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് പെന്റാവാലന്റ് വാക്സിൻ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് കേട്ടോ. പെന്റാവാലന്റ് ഇത് വന്നു ഒന്നുകൂടി കഴിഞ്ഞാൽ പറയൂ മിസ്സേ. പെന്റാവാലന്റ് PENTAVALENT പെന്റാവാലന്റ്. പിന്നെ DPT അല്ലെ, DPT വാക്സിൻ നമ്മൾ കൊടുക്കും. DPT, അതുപോലെ തന്നെ DTaP, DTaP അത് കൊടുക്കാറുണ്ട്. DTaP. ഇപ്പൊ പെന്റാവാലന്റ്, DPT, DTaP ഇത് മൂന്നും കൊടുക്കുന്നത് കുട്ടികൾക്കാണ്. ഇനി മുതിർന്നവരിലാണെങ്കിൽ TDAP ആണ് കൊടുക്കുന്നത്. TDAP കേട്ടോ. മുതിർന്നവരിലാണെങ്കിൽ TDAP. ലാസ്റ്റ് വൺ TDAP. T തിരിച്ചിട്ടിട്ട്, മറ്റേതെന്തായിരുന്നു? DTaP ആയിരുന്നു. ഇത് നേരെ തിരിച്ചിടുക, TDAP. ഓക്കെ, അത് മുതിർന്നവരിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് പെർട്ടൂസിസ് പറഞ്ഞു, ഡിഫ്തീരിയ പറഞ്ഞു. ഇനി പെർട്ടൂസിസിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ ഒരു രോഗം? ഇല്ല. വില്ലൻ ചുമയല്ലേ? വില്ലൻ ഇല്ല. ചുമ. വില്ലൻ ചുമ ഇല്ല. ഇല്ല. കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? കേട്ടത് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണോ കേട്ടിട്ടുള്ളത്? അതെ അതെ. ആണല്ലേ? ചുമച്ചിന് ബെൻഡ് ചെയ്യണതല്ലേ? അതെ 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 അതെ, അത് തന്നെ. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഈ രണ്ട് കാര്യങ്ങളും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് കേട്ടോ. ഈ പെർട്ടൂസിസും അതുപോലെ തന്നെ ഡിഫ്തീരിയയും. ഇനി നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ നോട്ട്സ് തയ്യാറാക്കുക. എല്ലാരും ചെയ്യില്ലേ? ചെയ്യും. ചെയ്യണം കേട്ടോ, എന്തായാലും ചെയ്യണം അത്. ഇനി ആരെങ്കിലും ആക്ഷൻ സോങ്ങോ അല്ലെങ്കിൽ റോൾ പ്ലേയോ ചെയ്യാൻ റെഡിയാണോ? ഒരാൾ ആക്ഷൻ സോങ് ഒന്ന് പറയാമോ? ആരെങ്കിലും ആക്ഷൻ സോങ്? ആക്ഷൻ സോങ് ചെയ്യാം. കേട്ടോളൂ. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. Vegetables are different shapes. We can eat different parts. We can eat stem vegetable. Celery is a stem vegetable. We can eat leafy vegetable. Spinach is a leafy vegetable. We can eat flower vegetable. Cauliflower is a flower vegetable. We can eat seed vegetables. Peas and beans are seed vegetables.
We can eat fruit vegetable. Carrots is a fruit vegetable. We can eat fruit vegetables. Tomato is a fruit vegetable. We can eat tubers. Potato is a tuber. Vegetables are different shapes, different tastes. Thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ? മാം ഞാൻ ചെയ്തോട്ടെ? ചെയ്തോളൂ ചെയ്തോളൂ, ശരണ്യ ചെയ്തോളൂ. Good morning, children. Today we are going to know the names of our fingers. Okay, let's start. Daddy finger, what's your name? Thumb finger, call me the thumb. Mommy finger, what's your name? Index finger, you know me. Brother finger, what's your name? Middle finger, you know me. Sister finger, what's your name? Ring finger, I wear the rings. Baby finger, what's your name? Pinky is my name. Thank you, Miss. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്ത് ചെയ്യാ? വെരി ഗുഡ് കേട്ടോ, നന്നായിട്ട് ചെയ്തു. ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 3 രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആളുകളോട് എന്ത് ചെയ്യുക? കളക്ഷൻസ്, അവരുടെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കുക. ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? വിവരങ്ങൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് കാണാം. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, എല്ലാവരും ചെയ്യില്ലേ അപ്പോ? ചെയ്യാം മാഡം. Okay, ma'am. Thank you. താങ്ക് യു. ഓക്കെ മാം. ചോദിച്ചോ. മാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെന്റ് പറഞ്ഞില്ലായിരുന്നോ? അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിലെ ഇമ്മ്യൂണൈസേഷന്റെ ഒരു അസൈൻമെന്റ് പറഞ്ഞില്ലായിരുന്നോ? അസൈൻമെന്റ് ഇല്ല, അത് ആക്ടിവിറ്റി ആണ് കേട്ടോ. അത് നിങ്ങൾ തന്നെ സൂക്ഷിക്കാനുള്ളതാ. കഴിഞ്ഞ ക്ലാസ്സില് ഞാൻ ഇമ്മ്യൂണൈസേഷനിലല്ലോ മീൽ പ്ലാൻ പോലെയല്ലേ പറഞ്ഞിരുന്നത് ചെയ്യാനായിട്ട്? അത് മിസ്സല്ല പറഞ്ഞത്, അപർണ മിസ്സാണ് പറഞ്ഞത്. അത് ഇമ്മ്യൂണൈസേഷൻ, അതായത് ജനിച്ച അന്ന് മുതൽ കുട്ടിക്ക് ഒരു 15 വയസ്സാകുന്ന വരെയുള്ള ഇമ്മ്യൂണൈസേഷൻ എന്ത് ചെയ്യാ? നിങ്ങളൊന്ന് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു ചാർട്ടിലാക്കി വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അത് ചെയ്തിട്ടൊന്ന് വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ള അസൈൻമെന്റും കാര്യങ്ങളും റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റും പിറ്റേ ദിവസം ഇടും കേട്ടോ. അതല്ല ഞാൻ ചോദിച്ചത്, ഇതുവരെ ഇപ്പൊ കൊടുത്തിട്ടുള്ള അസൈൻമെന്റ്സ് ഒക്കെ അപ്പൊ അതിലുണ്ടാവോ? അതിലുണ്ടാകും. നോക്കിയാ മതി കേട്ടോ, ഉണ്ടാവും. ഓക്കെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.